വിജയ് സാർ, വിജയ്ക്ക് എന്ത് തോന്നി? കുഴപ്പമില്ലെന്ന് തോന്നി. ഇപ്പൊ കുഴപ്പമില്ലായിരുന്നു. എന്നാ അടുത്തറപ്പിച്ച് പറയാൻ പറ്റുമോ? അടിച്ച് പറയാൻ പറ്റുമോ പാടിയാൽ ഒരു തെറ്റും ഇല്ലായിരുന്നു? ഞാൻ ചുമ്മാ ചോദിച്ചതാണ്. വിജയ് കുറച്ചും കൂടെ ആ രാഗഭാവം, അതുപോലെ തന്നെ പിന്നെ ആലാപനത്തിന്റെ എൻഡ് ഫസ്റ്റ് പലവി എന്ന് പാടുമോ? ഗംഗൈക്കര മന്നനടി കണ്ണൻ മലർ കണ്ണനടി വങ്കക്കടൽ വണ്ണനടി ഉള്ളങ്കവർ കൽവനടി നെഞ്ചില്ലെഴുമലകളിലെ നെഞ്ചിലെഴുവന്ന് പാടിക്കുമോനെ. നെഞ്ചില്ലെഴുമലകളിലെ ഏത് നോട്ടാണത്? നെഞ്ചില്ലെഴുമലകളിലെ. അതാണോ കറക്റ്റ്? അല്ല, നെഞ്ചില്ലെഴുമലകളിലെ നിച്ചല്ലിടും ഇളയനടി. അതേതാണ്? അതിന്റെ ഇടയ്ക്ക് ഒരു അന്യസ്വരം. നിച്ചല്ലിടും ഇളയനടി. ഇപ്പോഴും അത് കറക്റ്റ് വന്നല്ലേ? പാടി കറക്റ്റ് ചെയ്യൂ. പാടി നെഞ്ചില്ലെഴുമലകളിലെ നിച്ചല്ലിടും ഇളയനടി. മോനെ അവിടെ ഒരു ചെറിയ ഒരു ഗാന്ധാരം, ഓപ്പൺ ഗാന്ധാരം കേൾക്കുന്നുണ്ട്. മോനെ തൊന്നോട്ട് പാടിക്കാ, അതിന്റെ എൻഡ് പാടിക്കും മോനെ. കണ്ണൻ മനവന്തപ്പുരമേ വந்தாടിരു മുത്തുച്ചരമേ അച്ചം വിടും പച്ചക്കിളിയെ അവർ നാനിനം നത്തും കനിയെ നാളും മോതും കാതൽ വേദം ഗംഗൈക്കര. വേദം കറക്റ്റ് അല്ല മോനെ. അത് മോതും കാതൽ വേദം വേദം കാതൽ വേദം പാടിക്കും മോനെ. കാതൽ വേദം. നാളും മോതും കാതൽ വേദം. അതന്നെ അങ്ങനെ വേദം അല്ല, അത് മോനെ അത് കറക്റ്റ് ചെയ്യണം കേട്ടോ. അത് അല്ല, ദാറ്റ്സ് നോട്ട് ദ ഒറിജിനൽ തിങ്. എനിക്ക് കേട്ട അറിവ് വെച്ച് ഞാൻ പറയാണ്. ആ ഭാവം കുറച്ചും കൂടെ ആവണം. ബാക്കി നന്നായിരുന്നു വിജയ് കേട്ടോ, നന്നായിരുന്നു. എന്തായാലും നന്നായിരുന്നു, നല്ല റെൻഡറിങ് ആയിരുന്നു. വെരി ഗുഡ്. വട്ടമിട്ട് എന്ന് പറയുന്ന ഒരു ആറ്റ്ലിപ്പ് വന്നല്ല ആദ്യം, ആ സംഗതി ശരിയായിരുന്നോ? ശരിയായില്ല. ഒന്ന് പാടോ? വട്ടമീട് എൻഡിങ് പോർഷൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെടുത്ത് മേളി വെക്കേണ്ടി വരും. എവിടൊക്കെയോ സംഭവങ്ങളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഈ അവസാനം വരുന്ന ആ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ റെക്കോർഡിട്ട് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു, കാരണം അതെന്താണ് അതിൻ്റെ നോട്ടെന്ന്. അപ്പോൾ അത്രത്തോളം കുറച്ച് സ്ഥലങ്ങളൊക്കെ വളരെയധികം പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രീതിയിൽ നല്ല എഫർട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് നന്നായിരുന്നു. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് ഇന്നത്തെ ലാസ്റ്റ് എപ്പിസോഡാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ പ്രൊഡ്യൂസറുണ്ട് ശ്രീ അജയൻ. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അത് ഒരിക്കലും നിങ്ങൾ പ്രേക്ഷകർ കാണുന്നില്ല. അദ്ദേഹത്തിനൊരു നല്ല കയ്യടി. അതുപോലെ തന്നെ ഇത് അത്ര മനോഹരമായിട്ട് നമ്മുടെ ടി വിയിൽ കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെയൊക്കെ ശബ്ദവും ഇതിൻ്റെ ഓർക്കസ്ട്രയൊക്കെ റെക്കോർഡ് പോലെ കേൾപ്പിക്കുന്ന ദിനേശ്, കൺഗ്രാജുലേഷൻസ്. അതുപോലെ തന്നെ പറയേണ്ട കാര്യമില്ല, നമ്മുടെ ഓർക്കസ്ട്ര, ഇവർക്കൊക്കെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഈ 10ാമത്തെ സ്റ്റേജിൻ്റെ അവസാനം നൽകുകയാണ്. നന്ദി, നമസ്കാരം. വിജയ്, ഐ ലൈക്ക് യുവർ പെർഫോമൻസ്. ரொம்ப பிடிச்சது. உங்கள் ரெண்டரிங் எல்லாம் நன்னா இருந்தது. பிகாஸ் ஐ ஃபவுண்ட் இட் அ டிஃப்ரெண்ட் சேஞ்ச் ஃப்ரம் ஆல் தட் யூர் டூயிங் ஸோ ஃபார். நன்னா ரிஹர்ஸ் பண்ணினேன். அண்ட் த ஹார்ட் ஒர்க் ஷோஸ். கரெக்ஷன்ஸ் ஆர் தேர் ஆஃப் கோர்ஸ். ஆனால் அதெல்லாம் இஃப் யூ டேக் இட் இன் டு கன்சிடரேஷன், ஐ ரியலி லைக் யுவர் எஃபர்ட். ரியலி டிஃபிகல்ட் சாங் and great effort. Okay. Thank you, Didi. Rajan Videv sir. മോനെ വിജയ, സംഗതി കൊള്ളായിരുന്നു കേട്ടോ. മോനെ വിജയ എന്നൊക്കെ വിളിച്ച് തുടങ്ങുമ്പോഴേ ഓർത്തോണം പുറകെ പാര വരുന്നുണ്ടെന്ന്. ഞാനിങ്ങനെ പൊട്ടനെ പോലെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ ഓർക്കുന്നത്, ഞാനൊരു ഗായകനായിട്ട് ഇവിടെ ഈ മത്സരവേദി വന്നിരുന്നെങ്കിലേ
എന്റെ ഡെഡ് ബോഡി ഇവിടുന്ന് കൊണ്ടുപോകേണ്ടി വന്നേന്. അങ്ങനെ ഇരിക്കുകയല്ലേ വാളുമൊക്കെ വെച്ചുകൊണ്ട്. അപ്പൊ ഇങ്ങനത്തെ പാട്ടൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ഏകദേശമെങ്കിലും അതായിത്തീരാൻ വേണ്ടി പരിശ്രമിക്കുക. ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മോൻ ശ്രദ്ധിക്കുക. നല്ലൊരു ഗായകനായി തീരട്ടെ. എല്ലാ ഭാവങ്ങളും ജഗദീശ്വരൻ തരട്ടെ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ വിജയ്, വിജയന്റെ ലാസ്റ്റ് പെർഫോമൻസിന്റെ മാർക്സിലേക്ക് നമുക്ക് എടുക്കാം. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ശരത് സർ. 75. 75 out of 90. And Rajan P. Dev sir? 7 out of 10. 82 marks ആണ് ജഡ്ജസ് വിജയന്റെ പെർഫോമൻസ് നൽകിയിരിക്കുന്നത്.